ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. എല്ലാ കരങ്ങളും ഉയർത്തി, എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇരുകരങ്ങളും ഉയർത്തി, എല്ലാ വായ്കളും തുറന്ന്, എല്ലാ നാവുകളും ദിവ്യകാരുണ്യനാഥനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന പരിശുദ്ധനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണുകൾ തുറന്ന് നമുക്ക് നോക്കാം. യെശയ്യായുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്: ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യത്തിൽ തിരുവോസ്തി രൂപനായവൻ പൊന്നു തമ്പുരാൻ മറഞ്ഞിരുന്ന് നമ്മെ കാണുകയാണ്. ഈ ദൈവം എൻ്റെ രക്ഷയ്ക്കായി ജനിച്ച ദൈവമാണ്. ഈ ദൈവം എൻ്റെ രക്ഷയ്ക്കായി കാൽവരി കുരിശിൽ മരിച്ച ദൈവമാണ്. ഈ ദൈവം എൻ്റെ രക്ഷയ്ക്കായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പരിശുദ്ധനും രാജാതിരാജനുമായ കർത്താവ്, ആ ദൈവം ഇതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺമുമ്പിൽ ഉയർന്നിരിക്കുന്നു. 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസദായകനും സൗഖ്യദായകനുമായ പൊന്നു തമ്പുരാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, സൗഖ്യമാക്കുവാൻ ഇതാ നമ്മുടെ കൺമുമ്പിൽ അവൻ രാജാതിരാജൻ എഴുന്നള്ളിയിരിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി അവനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധനെ, രാജാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. ഒരുമിച്ച്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നതേശുവത്രേ, ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഈ ജീവിതത്തിൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ തീയിലൂടെ പോയതുപോലത്തെ അനുഭവം, വെള്ളത്തിലൂടെ പോയതുപോലത്തെ അനുഭവം, എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന് ചോദിക്കുന്നവരോട് എന്തുകൊണ്ടെന്ന് ചോദ്യം മാറ്റി എന്തിനു വേണ്ടി എന്ന് ചോദിക്കുവാൻ ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വലിയ ദുഃഖങ്ങളിലൂടെ പോയപ്പോൾ, വേദനകളിലൂടെ പോയപ്പോൾ, കണ്ണുനീരിലൂടെ പോയപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം നമ്മോട് ചോദിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ. എന്നാൽ ആ ചോദ്യമൊന്ന് മാറ്റി, എന്തുകൊണ്ടെന്ന് ഉള്ള ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഇനി മുതൽ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. യെശയ്യാ 43:2 പറയുന്നു, നീ സമുദ്രത്തിലൂടെ നടന്നാൽ വെള്ളം നിന്നെ മുക്കുകയില്ല, നീ തീയിലൂടെ നടന്നാൽ അഗ്നി നിന്നെ ജ്വാല നിന്നെ കത്തിക്കുകയില്ല, ദഹിപ്പിക്കുകയില്ല. കഴിഞ്ഞകാല ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വെള്ളത്തിലൂടെ, സമുദ്രത്തിലൂടെ പോയതുപോലെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീയിലൂടെ പോയതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഇടതും വലതും നിൽക്കുന്ന ആരെയും നോക്കണ്ട. ദൈവിക അനുഗ്രഹം, അഭിഷേകം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമാണ്. അതുകൊണ്ടാണ് മർത്തയും മറിയവും ഒന്നിച്ചു നിന്നപ്പോൾ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വെച്ച് മർത്തയോട് മാത്രമായി നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും, വിശ്വസിച്ചാൽ നിങ്ങളെന്നല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് അന്ധനായ ബർത്തിമേയുസ് വിളിച്ച് കാറിയത്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ. ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞു, എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹവും അഭിഷേകവും ദൈവകൃപയും വ്യക്തിപരമാണ്, പേഴ്സണലാണ്. ഇടതും വലതും നിൽക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട. ഒരുപക്ഷെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടാവാം, ഒരുപക്ഷെ ഹൃദയത്തിൽ നന്ദി വേദന കൊണ്ട് നമ്മുടെ ദുഃഖം കണ്ണുനീരായി പോകുന്നുണ്ടാകാം. ആരെയും ശ്രദ്ധിക്കേണ്ട. ഈ രാത്രി എൻ്റെ അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ഈ രാത്രി എൻ്റെ കണ്ണുനീരൊപ്പുന്ന നാഥൻ എന്നെ തൊടുന്ന രാത്രിയാണ്. ആണിപ്പാടുള്ളവൻ്റെ തേജസാർന്ന കരങ്ങൾ, കുറുകാത്ത കരങ്ങൾ ഈ രാത്രി ഇതാ എൻ്റെ ശിരസിലേക്ക് വീഴുകയാണ്. അത് ആത്മാവിൽ ഒരിക്കൽ കൂടി അറിഞ്ഞുകൊണ്ട്, സകല ദുഃഖങ്ങളും അവന് കൊടുത്തുകൊണ്ട്, സകല വേദനകളും അവന് കൊടുത്തുകൊണ്ട്, ഓ ഇരുകരങ്ങളും ഉയർത്തി ഹല്ലേലൂയ അവനെ സ്തുതിക്ക്, ആരാധിക്ക്, പരിശുദ്ധനെ വിളിക്ക്. ഓ കർത്താവേ, നിന്റെ അഭിഷേകത്താൽ നിറയട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവ് തൊടുകയാണ്, അഭിഷേകം തീയായി ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധനെ, രാജാവേ, ഞങ്ങളെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ,
ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്നെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി വരും? ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി വരും? പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. വീഴുന്നതു തീയിലല്ല, എന്നേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതി. കരങ്ങളുയർത്തി. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിര് നിൽക്കും. റോമാ 8 പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യമാണ്. ആരും എതിര് നിൽക്കില്ല. എൻ്റെ പക്ഷത്തെൻ്റെ ദൈവമുണ്ടെങ്കിൽ ആർക്കെന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? പിശാചും മനുഷ്യനും കൂടി ചേർന്ന് ഒരുക്കിയ എല്ലാവിധമായ കെണികളും എല്ലാവിധമായ ചതികളും, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ എന്നേക്കുമായി മാറും. ഈ ദൈവം എൻ്റെ പക്ഷത്താണ്. യെശയ്യാ 41:10 ഇങ്ങനെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും എൻ്റെ വിജയകരമായ വലതുകരത്താൽ താങ്ങുകയും ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയങ്ങളും സംഭ്രമങ്ങളും ഏറ്റെടുക്കുന്നവൻ. ഈ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ തോണി അക്കരെ എത്തുമോ എന്ന ഭയം ഈ രാത്രി ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാം. എന്നാൽ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം.
യേശു അവൻ്റെ വിജയകരമായ വലത് കരത്താൽ നമ്മെ താങ്ങുകയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഈ ജീവിതത്തിൽ എത്രയോ അവസരങ്ങളിൽ വീണു പോകേണ്ട സന്ദർഭങ്ങളിൽ അവൻ്റെ കരത്താൽ അവൻ നമ്മെ താങ്ങി നിർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭയങ്ങളും നമ്മുടെ സംഭ്രമങ്ങളും എല്ലാം ഈ രാത്രി ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതം എന്തായിത്തീരുമെന്ന ഭയം, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്തായിത്തീരുമെന്ന ഭയം, ഈ ജീവിതത്തിൽ ഈ രോഗം എന്നെയും കൊണ്ട് പോകുമോ എന്ന ഭയം, എല്ലാ ഭയങ്ങളും എല്ലാ സംഭ്രമങ്ങളും ഏറ്റെടുക്കുന്നവൻ ദിവ്യ കാരുണ്യമായ പൊന്നു തമ്പുരാൻ ഇതാ നമ്മുടെ കൺമുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നു. തിരുവോസ്തി രൂപനായവൻ, അവനിലേക്ക് സകല ഭയങ്ങളെയും സകല സംഭ്രമങ്ങളെയും കൊടുത്തുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. എല്ലാ ഭയങ്ങളും ഏറ്റെടുക്കണമേ കർത്താവേ, എല്ലാ സംഭ്രമങ്ങളും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ ദിവ്യ കാരുണ്യമേ, ഈ രാത്രി ഞങ്ങളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ, രോഗങ്ങൾ ഏറ്റെടുക്കണമേ, ഭയങ്ങൾ ഏറ്റെടുക്കണമേ, എല്ലാ സംഭ്രമങ്ങളും മാറട്ടെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനെ രാജാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്, സുഖപ്പെടുത്തുന്ന ദൈവമാണ്. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ കർത്താവിന് എന്നെ സുഖപ്പെടുത്തുവാൻ സെക്കൻഡുകൾ മതി. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, രോഗികളായവരെ തൊടുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ രോഗികൾ സുഖപ്പെടുന്ന നിമിഷങ്ങളാണ്. നട്ടെല്ലിൻ്റെ കശേരുക്കൾക്ക് അതിഭയങ്കരമായ വേദനയുള്ളവർ, ചെവിക്ക് പ്രശ്നമുള്ളവർ, കണ്ണിന് നീറ്റിലോ പ്രോബ്ലമോ ഉള്ളവർ, എലിക്ക് വേദനയുള്ളവർ, ഇങ്ങനെയുള്ളവർ, അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ ഏത് വിഷയമാണോ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ ഒരു കരം വെച്ചുകൊണ്ട് മറ്റേ കരം ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ രോഗി സുഖപ്പെടുമെന്ന് തിരുവചനത്തിലുണ്ട്. ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒരു കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിൽ മറ്റേ കരം അവിടെ വെച്ചുകൊണ്ട് ഈ രാത്രി വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. രോഗികൾ എല്ലാം സൗഖ്യപ്പെടുവാൻ പോവുകയാണ്. ദിവ്യകാരുണ്യത്തിന് ശക്തിയുണ്ട്, പൊന്നു തമ്പുരാന് ശക്തിയുണ്ട്. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇപ്പോൾ രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി പുറപ്പെടുകയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനായതുകൊണ്ട് ഇന്നലെ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട രക്തസ്രാവക്കാരിയിലേക്ക് ശക്തി പുറപ്പെട്ട അവൾ സൗഖ്യമായെങ്കിൽ ഇന്ന് ഈ രാത്രി അതിവിടെ സംഭവിക്കും. ഒറ്റ കാരണമേ ഉള്ളൂ, അവൻ്റെ വചനത്തിന് മാറ്റമില്ല, അവന് മാറ്റമില്ല. മാറാത്തവൻ്റെ പൊന്നുവചനം പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. ഇന്നലെ അവൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയെങ്കിൽ, ഇന്നലെ അവൻ ഗലീലിയ കടലിൻ്റെ മുകളിൽ നടന്നെങ്കിൽ, ഇന്നലെ അവൻ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയെങ്കിൽ ഇന്നവൻ നമ്മെ സുഖപ്പെടുത്തുവാൻ പോവുകയാണ്. ഒരു കരം കർത്താവിന്റെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളിലെ രോഗികളെ സൗഖ്യമാക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, പുറപ്പാട് 15:26 ദൈവവചനത്തിന്റെ ശക്തിയാൽ സുഖപ്പെടുത്തുന്ന കർത്താവേ, എന്നെ, എന്റെ ഹൃദയത്തെ, എന്റെ മനസ്സിനെ, എന്റെ ആത്മാവിനെ, എന്റെ ശരീരത്തെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഇരുകരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനെ രാജാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും വായ്കൾ തുറന്ന് എല്ലാ നാവുകളും സ്തുതിക്കുക, ഒച്ചത്തിൽ സ്തുതിക്കുക. ഹല്ലേലൂയ. സൗഖ്യം കടന്നു വരികയാണ്, അഭിഷേകം കടന്നു വരികയാണ്, ദൈവശക്തി വ്യാപരിക്കുകയാണ്, ദൈവശക്തി വ്യാപരിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ആരാധന 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 പരിശുദ്ധനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി കണ്ണുകൾ ഉയർത്തി നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മെ രോഗികളെ സൗഖ്യമാക്കിയവൻ, നമ്മുടെ കണ്ണുനീരൊപ്പിയവൻ, നമ്മുടെ രക്ഷകൻ, കാൽവരിയിൽ നമുക്കായി ജീവത്യാഗം ചെയ്ത പൊന്നു തമ്പുരാൻ ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മുൻപിൽ ഉയർന്നിരിക്കുന്നു. അവനോടുള്ള നന്ദി സൂചകമായി ഇരുകരങ്ങളും ആ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം.
ആ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച എല്ലാ നാവുകളും യേശുവേ 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 എന്ന് മാത്രം വിളിക്ക്. ആ നാമം വിളിക്ക്. അത് വിടുതലിന്റെ നാമമാണ്, അത് അനുഗ്രഹത്തിന്റെ നാമമാണ്. എല്ലാ വായ്കളും തുറന്ന് എല്ലാ നാവുകളും ആ നാമത്തെ വിളിക്ക്. യേശുവേ 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 എന്ന് മാത്രം വിളി. എല്ലാവരും വായ് തുറന്ന് വിളിക്ക്. ദൈവശക്തി വ്യാപരിക്കുകയാണ്. യേശുവേ എന്ന് മാത്രം വിളിക്ക് പ്രിയപ്പെട്ടവരെ. എല്ലാവരും വായ്കൾ തുറന്ന് എല്ലാ നാവുകളും യേശുവേ 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 ഒച്ചത്തിൽ വിളിക്ക്. എത്ര സ്വരമുണ്ടോ അത്രയും സ്വരത്തിൽ യേശുവിനെ വിളിക്ക്. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.